ഹലോ ഗൈസ്, ബിഗ് ബോസിന്റെ എപ്പിസോഡ് റിവ്യൂയിലോട്ട് സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ ഇന്നലെ എപ്പിസോഡ് നടന്ന കാര്യങ്ങളാട്ടോ പറയുന്നത്. ലൈവ് കാണുന്നതിലും കുറെ കൂടെ ഒരുപാട് കട്ട് ചെയ്ത് എപ്പിസോഡ് വരുന്നു. അപ്പൊ അത് കാരണം അത്രയ്ക്ക് ലൈവ് എന്ന് പറഞ്ഞാൽ ഇന്നലെ മൊത്തത്തിൽ ഒരു എല്ലാം കൂടെ ഒരു നല്ലൊരു കേഫ് ഒക്കെ കണ്ട രീതിയിലൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഉണ്ടായത്. പക്ഷെ അത് കണ്ടിട്ട് നമുക്ക് എപ്പിസോഡ് കാണുമ്പോൾ അത്ര ഒരു ഇത് വരുന്നില്ല. എല്ലാം പകുതി നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് പോയ കാരണം അത്രയ്ക്കൊരു സുഖം തോന്നുന്നില്ല. ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ നടന്നു കേട്ടോ. ഇന്നലെ എല്ലാം കൂടെ മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. അപ്പം ഇന്നലെ നമ്മുടെ അനുമോളും ഷാനവാസും തകർത്തു. സൂപ്പറായിരുന്നു അനുമോളും ഷാനവാസും. ഷാനവാസ അപ്പാനീനെ അക്ബർ എല്ലായിടത്തും ചെന്ന് പറഞ്ഞ അക്ബർ എല്ലാരും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്ത് ശരിയാക്കി എടുത്തു. മിക്കവാറും ഇപ്രാവശ്യത്തെ രാജാവ് പട്ടം ഷാനവാസ് കൊണ്ടുപോകുന്നു തോന്നുന്നുണ്ട്. ഒപ്പം അനുമോളും വിട്ടുകൊടുത്തില്ല. അനുമോളും ഷാനവാസ് അനുമോളിൽ പകല് മൊത്തം കണ്ടന്റ് അനുമോളിൽ കൂടെ വന്നെങ്കിൽ രാത്രിയായപ്പോ കണ്ടന്റ് മൊത്തം ഒറ്റയടിക്ക് തൂക്കിയെടുത്തത്. ലാസ്റ്റ് നമ്മൾ നല്ലൊരു ഫിലിം കണ്ടിട്ട് അതിന്റെ ക്ലൈമാക്സിൽ കുറച്ച് എൻഡിങ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു സംഭവം ഇന്നലെ എല്ലാം കൂടെ തന്നത് ഷാനവാസായിരുന്നു. ഷാനവാസിന്റെ മുന്നിൽ സർവത്ര അപ്പാനി, അക്ബർ, ജിസേലും അവരുടെ ടീമുണ്ടല്ലോ, അവരെല്ലാം വാലും മടക്കി ചുരുട്ടി ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് എതിർത്ത് നിന്ന ഒരാളാണ് ഷാനവാസ്. നല്ല രസമായിരുന്നു ഷാനവാസിന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അപ്പൊ ഇന്നലെ കാര്യങ്ങളൊക്കെ പറയാം. നമുക്ക് അപ്പോൾ എപ്പിസോഡിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓറഞ്ച് അവർക്ക് ഇത് വന്നിട്ടുണ്ടല്ലോ, അവരുടെ ബിഗ് ബോസ് കൊടുക്കുന്ന റേഷൻ ഓറഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നിവിന് ഓറഞ്ച് എടുക്കാനായിട്ട് അതിലോട്ട് ചെന്ന് തൊട്ടു. അപ്പൊ നൂറ ഇത് നീ കട്ടെടുക്കാൻ കൊണ്ടുപോകുന്നതായി, കാരണം ഇവനെല്ലാം കൈ കിട്ടുന്നതെല്ലാം കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ഇങ്ങനെ എടുത്ത് പോക്കറ്റി മാറ്റുകയും തന്നെ ഉണ്ടാക്കി തിന്നുകയൊക്കെയാണല്ലോ. അത് കാരണം ഇവരുടെ മനസ്സിൽ ഒരു തോന്നലായി തുടങ്ങി നിവിൻ എടുക്കുന്നതെല്ലാം കട്ടെടുക്കാനാന്നുള്ള ഒരു ഇതായി തുടങ്ങി. അപ്പൊ അതും പറഞ്ഞിട്ട് നൂറ നീ അത് എടുക്കരുത്, അങ്ങനെ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം നമ്മുടെ നിവിന്റെ ഒരു ദേഷ്യം ഇങ്ങനെ കളിച്ചിരി തമാശ എന്നുള്ള ഫേസ് മാറി പതിയെ ദേഷ്യം എല്ലാം പുറത്തോട്ട് വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയുള്ള ഫേസിലോട്ട് വന്നു. അതും പറഞ്ഞുകൊണ്ട് നൂറയും നമ്മുടെ നിവീനും കൂടെ നല്ല വഴക്കായിരുന്നു ഓറഞ്ച് എടുക്കുന്നതിനെ കുറിച്ച്. അവൾ അങ്ങനെ എടുക്കണ്ടെന്ന് പറഞ്ഞു. നിവീനും കിച്ചൺ ടീമിൽ തന്നെയുള്ള ആളാട്ടോ, അങ്ങനെ എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മളെ കാണിച്ചത് ആര്യനും അനുമോളും തമ്മിലുള്ള ഒരു ലവ് കോമ്പോടെ ഒരു ഇതായിരുന്നു. പക്ഷെ അതിനകത്ത് ഇങ്ങനെ ഓടി വരുന്നതും അത് കുറെ റീലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാണാനൊക്കെ നല്ല രസമുണ്ട്. നല്ല സിനിമയിലൊക്കെ ഇങ്ങനെ നായിക ഓടി വരുന്ന നല്ല കാണാനൊക്കെ നല്ല രസമുണ്ട്. എന്നിട്ട് അവര് തലയിൽ എന്തോ ഒരു കിരീടം, അനുമോള് ഈ പ്ലാസ്റ്റിക്കിന്റെ കവറില്ലേ ബ്ലാക്ക് കളറിലെ, അതും കൊണ്ട് തലയിൽ ഒരു കിരീടം, ആര്യന്റെ കിരീടം ഉണ്ടാക്കി വെച്ചു കൊടുക്കും. അപ്പൊ ആ കിരീടം ആര്യന് എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ ഞാൻ തലയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് കാണിക്കാനായിട്ട് വരും. ഇപ്പൊ ഇത് അപ്പാനി കണ്ടായിരുന്നു അനു ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു കൊടുക്കുന്നത്. അപ്പാനി അവരോടൊക്കെ പറഞ്ഞ നമുക്ക് മൈൻഡ് ചെയ്യണ്ട, ഇവരിങ്ങനെ വരും, നമുക്ക് മൈൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആര്യനും അനുമോളോടെ ഇതിങ്ങനെ കിരീടം തലയിൽ ഇങ്ങനെ, കിരീടം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം, ഇങ്ങനെ ഈ കർഷകന്റെ തൊപ്പിക്കോല് പൂവോ ഏതാണ്ടൊക്കെ പോലെ ഒരു സാധനം. അപ്പൊ അത് കാണിക്കാനായിട്ട് അവരുടെ അടുത്തോടെ നടക്കു വരുമ്പോൾ അവരാരും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ അവരുടെ അത് ഫ്ലോപ്പ് ആയിപ്പോയി. അങ്ങനെ നമ്മുടെ ആദില അനുമോളെ വിളിച്ചു വെക്കുന്നുണ്ട്, നിനക്ക് ലവ് കോംബോ വർക്ക് ചെയ്യാനാണോ, നിന്റെ ആരിൻ്റെ അടുത്ത് വരുമ്പോൾ ചിരിയൊക്കെ ഒരു പ്രത്യേക രീതിയിലാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അനുമോള് പറയുന്നുണ്ടില്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഇവിടെ ഉണ്ടാകുന്നത് ഇതിന് കണ്ടന്റിന് വേണ്ടി ഉണ്ടാക്കുന്ന കോംബോ താല്പര്യമില്ല. പേളീനെയും ശ്രീനീഷിനെയും പോലെയുള്ള നല്ല കോംബോ പുറത്ത് വരുമ്പോൾ കല്യാണം കഴിക്കാനുള്ള കോംബോ താല്പര്യമുള്ളൂ. അത് മാത്രമല്ല ആര്യന് 23 വയസ്സായിട്ടുള്ളൂ, അനുമോക്ക് 29-30 വയസ്സെങ്ങാണ് അനുമോക്കുണ്ട് കേട്ടോ. അപ്പൊ ഇത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതിന് സാധ്യതയില്ലെന്നാ പറയുന്നത്. ജസ്റ്റ് ഇവരുടെ ഇതുകൊണ്ട് ബിഗ് ബോസ് ചുമ്മാ ഇട്ട് തരുന്നവർക്ക് അവർക്കൊരു കോംബോ വേണമല്ലോ, അതുകൊണ്ട് ഇട്ട് തരുന്നതായിരിക്കും. പക്ഷെ എന്നാലും കാണാൻ നല്ല രസമുണ്ട്, ഒരു ക്യൂട്ട് കോംബോ ആയിട്ട് തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, ജസ്റ്റ് കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ചെറിയ ക്രിഞ്ചൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ശാരികയുടെയും സരികയുടെയും ഹോട്ട് സീറ്റ്, എൻ്റെ പൊന്നെ, ഈ സരിക വന്നേക്കുന്നത് ഹോട്ട് സീറ്റ് നടത്താനാണ്. പിന്നെ സരികയ്ക്ക് ശാരികയ്ക്ക് പുറത്തിരുന്ന ആ പരിപാടി നടത്തിയപ്പോൾ ഇത് എല്ലാവരും എല്ലാ ദിവസവും ഇത് തന്നെ ഉണ്ട്. ഇങ്ങനെ അതിനകത്ത് ഇരുന്ന ആൾക്കാരെ വിളിച്ച് ഇത് ഹോട്ട് സീറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ വിളിച്ചിരുത്തി ഹോട്ട് സീറ്റ് പരിപാടി അവതരിപ്പിക്കും. എന്തിനാ പരിപാടി? അവിടെ വേറെ കണ്ടന്റ് കൊടുക്കാൻ പാടില്ല, വേറെ കണ്ടന്റ് ഒന്നും പുള്ളിക്കാരിക്കില്ല, എപ്പോഴും ഹോട്ട് സീറ്റ് കണ്ടന്റ് മാത്രമേ ഉള്ളൂ. അത് എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിളിച്ചിരുത്തി കുറെ എണ്ണം അതിനകത്ത് ചെന്ന് ഈ സരികയൊക്കെ അതിനകത്തോണ്ട് ഞാൻ വന്നിരിക്കാം എന്ന് പറഞ്ഞിട്ട് ചെന്ന് ഇരുന്ന് കൊടുത്തതാട്ടോ.
എന്തിനു ചെന്നിരുന്ന് കൊടുക്കുന്ന ഈ പുള്ളിക്കാരുടെ ഹോട്ട് സീറ്റ് ഏകദേശം എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും തന്നെ അറിയാമെന്നല്ലേ. പിന്നെ എന്തിനു ചെന്നിരുന്ന് കൊടുക്കുന്നത്? ഇരുന്ന് കൊടുത്തപ്പം ശാരിക ഇങ്ങനെ നിങ്ങൾ ഇവിടെ ഉള്ളതിനെ നിങ്ങളുടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ലാസ്യവശ്യത കൊണ്ട് ആണുങ്ങളുടെ ഇടയിൽ കിടന്ന് അവരെ മയക്കാനായിട്ട് വന്നതല്ലേ, നിങ്ങൾ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ വന്നതല്ലേ, അങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ആ സമയത്തെല്ലാം ഭയങ്കര കോമഡി ആയിട്ട് നമ്മൾ ശരിക്കും എപ്പിസോഡിൽ കാണുന്നുണ്ട്. ഭയങ്കര കോമഡി ആയിട്ട് ചിരിച്ച് കളിച്ച് തലവണെടുത്ത് പൊടി പെണ്ണേന്നൊക്കെ പറഞ്ഞ തലവണ്ണെ എടുത്ത് അടിക്കാനൊക്കെ പോകുന്നു. അങ്ങനെ നടന്നത്. കുറച്ച് കഴിഞ്ഞപ്പം ഇത് പതിയെ ഇളകി. അതങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ വന്നതല്ല, എൻ്റെ ദിലീപേട്ട കാണുമ്പോൾ എന്ത് ഇതുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് അക്ബർ ഏതാണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാനൊക്കെ തോന്നി. അപ്പം ശരി കറക്റ്റായിട്ട് അക്ബറിനോട് പറഞ്ഞു, നീ മിണ്ടായിരിക്കെ, എൻ്റെ ഇടയ്ക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ മിണ്ടായിരിക്കാനൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നം, ഒരു കാര്യമില്ലാത്തൊരു പ്രശ്നം. ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ ആ ശരിക്കും ആ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ സാധനം ബിഗ് ബോസ് മ്യൂട്ട് ചെയ്ത് കേട്ട് 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 മടുത്തു. വേറൊരു കണ്ടന്റും ശാരിക അടുത്തൊന്നും വരാനില്ല. ഇടയ്ക്ക് ആരായാലും പ്രശ്നത്തെ ഒരു അഭിപ്രായം പറയുന്നതല്ലാണ്ട് സ്വന്തമായിട്ടൊരു കണ്ടന്റ് വരുന്നില്ല. ആകെപ്പാടെ ഈ ഹോട്ട് സീറ്റ് ഇത് വേറെ വല്ല ഒരു പ്രോഗ്രാമിൽ അതെന്തിനാ ഇതിനകത്ത് കൊണ്ടെന്ന് പറയുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇവർ ക്യാമറ നോക്കി മാപ്പ് പറയുന്നു, സരിക കരയുന്നു, ശാരിക കരയുന്നു. ബിന്നി എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ചേച്ചിക്ക് അങ്ങനെയൊന്നും പറയുന്ന ഇഷ്ടമല്ല, അതിപ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞതാന്നൊക്കെ പറയും. പിന്നെ എല്ലാം കൂടെ ക്യാമറ കിടന്ന് പറയുന്നു, ദിലീപേട്ട ഇതിൻ്റെ പുണ്യമാണ്, നിങ്ങളൊരു കുലസ്ത്രീയാണ് കൂടെ സരികയെ പറയുന്നു. മൊത്തത്തിലൊരു ഒരു കണ്ടന്റ് ഉണ്ടാക്കിയ ഒരു പ്രത്യേകിച്ച് ഒരു രസമില്ലാത്തൊരു കണ്ടന്റായിട്ട് എനിക്ക് തോന്നി. അവരായിട്ട് ക്രിയേറ്റ് ചെയ്ത് എന്തെങ്കിലും വേണമല്ലോ എന്നൊക്കെ ഓർത്ത് തന്നെ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു കണ്ടന്റായിട്ട് എനിക്ക് തോന്നിയത്. അല്ലാണ്ട് പ്രത്യേകിച്ച് അതിലൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ കിച്ചണിൽ അനുമോളാണല്ലോ. അനുമോള് ഇന്ന് രാവിലെ 5 മണിയായപ്പോൾ ഏറ്റാട്ടോ. 5 മണിയായപ്പോൾ ഏറ്റ് അടുക്കള കയറി ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി എല്ലാത്തിനും മുൻകൈ എടുത്ത് അവിടെ ഒരു നേതൃസ്ഥാനം വഹിക്കുന്ന ക്യാപ്റ്റൻ അപ്പാനിയാണേലും എനിക്ക് തോന്നിയത് കിച്ചണിൽ നേതൃസ്ഥാനം വഹിക്കുന്നത് നമ്മുടെ അനുമോളാണ്. അപ്പോൾ അനുമോൾ ആ രീതിയിൽ എല്ലാം കൈകാര്യം ചെയ്യുകയും പെറുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തലേ ദിവസം ഇവർ കിച്ചൺ ടീമിലോട്ട് കയറുന്നതിന് മുന്നേ അപ്പാനിയും ഇവരുടെ കിച്ചൺ ടീമും ഏതാണ്ട് തീരുമാനമെടുത്തത് കിച്ചൺ ടീമിൽ എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിലും ഒക്കെ ഇവര് ഗ്യാസിന്റെ കാര്യം, അത് വർക്ക് ചെയ്യുന്നതാണ് ഗ്യാസിന്റെ കാര്യം വേറെ ആരെ ഏൽപ്പിക്കേണ്ട, ഗ്യാസിൽ ഉണ്ടാക്കോ വെക്കോ ചായ ഇടുവോ ഇവർക്ക് എന്ത് വേണേലും ചെയ്ത് ഇവർ കൊടുക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. വേറെ ആൾക്കാരെ കയറ്റണ്ട, ഗ്യാസ് കൈകാര്യം ചെയ്യും. ബാക്കി അവർ ചായ എടുക്കോ വെള്ളം എടുക്കോ പാത്രം എടുക്കോ എന്നാന്ന് വെച്ച് ചെയ്തോട്ടെ, അല്ല ഗ്യാസ് കത്തിച്ചുള്ള പരിപാടികൾ ഇവർ കിച്ചൺ ടീം തന്നെ ചെയ്തു കൊടുക്കാന്നാട്ടാ പറഞ്ഞേക്കുന്നത്. അത് ഓർമ്മ വേണേ. അപ്പം അതിലൊരു വഴക്ക് നടക്കുന്നുണ്ട്. അത് ഇങ്ങനെ അനുവും രേനയും അത് മനഃപൂർവ്വം കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് നടത്തിയൊരു വഴക്കാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് ആ കൊച്ചിടയ്ക്കിടെ ഇങ്ങനെ ഒരുമാതിരി ചാടുന്നു തുള്ളുന്നു, ഇങ്ങനെ കോക്കറ് കുത്തി കാണിക്കുന്നു. എന്തോ ഒരു മൊത്തത്തിലൊരു അരോചകം തോന്നുന്നു. അതിന്റെ ഫൈറ്റ് ഒരു ഭംഗിയില്ല. അത് നമുക്കറിയാം, അതവിടെ പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്ന എന്റെ കണ്ടന്റ് അതാന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട്. ഒരു രസമില്ലാത്തൊരു കണ്ടന്റ് ആയിരുന്നു രേനയുടെ. എന്നിട്ട് അനുമോളെ ചപ്പാത്തിക്കള്ളി എന്നൊക്കെ വിളിക്കുന്നത്, അതൊക്കെ എന്തിനാ വിളിക്കുന്നത്? അതൊക്കെ ലാലേട്ട സോൾവ് ചെയ്തിട്ട് വിഷയമല്ലേ. അപ്പൊ അനുമോൾ അങ്ങനെ എടുത്തിട്ടില്ലെന്നറിയാം. അനുമോളെ ലാലേട്ടൻ ചെറിയ രീതിയിലൊക്കെ വീഡിയോ ഒക്കെ കാണിച്ച് ഫയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അനുമോൾക്ക് പുറത്ത് ഫുള്ള് നെഗറ്റീവാണ്. അപ്പൊ അനുമോളെ പിടിച്ച എനിക്ക് കണ്ടിട്ട് ഞാൻ പോസിറ്റീവ് ആവുന്നോർത്ത് എന്നെ കാണിച്ച പരിപാടിയാന്ന് തോന്നുന്നു. പക്ഷെ മഹാബോറായിരുന്നു. ഒരു വായിക്കും കൊള്ളത്തില്ലാത്ത അനുമോൾ അതിന് കരയുന്നു. അനുമോൾ എന്താ പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കരയാം. ചിലര് അങ്ങനെയാ, ചിലർക്ക് പെട്ടെന്ന് എനിക്കൊക്കെ അങ്ങനെ പെട്ടെന്ന് അപ്പൊ ചിലരങ്ങനെ കരയും. അത് കഴിഞ്ഞെല്ലാം കരയും. അങ്ങനെ അത് അനുമോളെന്നെ ചപ്പാത്തിക്കള്ളിൽ അനുമോൾ നീ കരയുന്ന എന്തിനാ വേണേ, അന്ന് പറയാനുള്ളതെല്ലാം പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത് ആ വിഷയം അങ്ങോട്ട് പോയി. ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ഇന്നത്തെ ലൈവിലും എപ്പിസോഡിലും എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ഫൈറ്റ് ഉണ്ട് ഈ രേനയുടെ ഫൈറ്റ്. രേന ഒരു കാര്യമില്ല, അതിന് 19 വയസ്സുള്ള അതിൻ്റെതായ ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു കൊച്ച്. ശരിക്കും അങ്കൻവാടിയിലൊക്കെ പോകേണ്ട കൊച്ച്. ഒനിയിൽ പറയുന്ന കറക്റ്റാ, സെർലാക്ക് എന്നൊക്കെ പറയുന്ന കറക്റ്റാന്ന് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ വഴക്കുണ്ട് ഇപ്പം. പിന്നെ വന്നിരുന്നത് നമ്മുടെ നോമിനേഷൻ അത്യാവശ്യം 9 പേര് നോമിനേറ്റ് ആയിട്ടുണ്ട്. ജിസേൽ വന്നിട്ടില്ല, നമ്മുടെ ആദിലനൂറ വന്നിട്ടില്ല, അനീഷിനെ ആരും വോട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അനീഷിനൊക്കെ അത്ഭുതമായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് പേര് നല്ല മൊത്തം 9 പേര് നോമിനേറ്റ് ആയിട്ടുണ്ട്. രേണു നോമിനേഷന് വന്നില്ല. രേണു പതിയെ ഇരുന്ന് സ്കിപ്പായി പോയിട്ടോ.
രേണു വന്നിട്ടില്ല. പിന്നെ വന്ന നോമിനേഷൻ വന്നത് സരിക വന്നിട്ടുണ്ട്, ശാരിക വന്നിട്ടുണ്ട്, ശൈത്യ, ഷാനവാസ, അഭിലാഷ്. ആരിനെ പിന്നെ ചെയ്യാൻ പറ്റില്ല, ആരും ക്യാപ്റ്റൻ ആയാലും ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെ 9 പേര്, ഞാൻ ഓർക്കുന്നില്ല, അങ്ങനെ 9 പേര് നോമിനേഷനിൽ വന്നിട്ടുണ്ട്. നോമിനേഷൻ കുഴപ്പമില്ലായിരുന്നു. നോമിനേഷന് മുമ്പ് ബിഗ് ബോസ് ചെറിയൊരു ക്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വെച്ച് നോമിനേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോമിനേറ്റ് ചെയ്തു. അക്ബറൊക്കെ നോമിനേഷനിൽ വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ബിഗ് ബോസ് അബീനെ എല്ലാവരും ഇച്ചിരി ഡൗൺ ആണെന്ന് തോന്നുന്നത്. ഇവർക്ക് ഫുഡും ഡ്രസ്സൊന്നും ഇല്ല, അപ്പോൾ അത് കാരണം മൊത്തത്തിൽ ഇവരൊരു ഡൗൺ ആയ രീതിയുണ്ട്. അപ്പോൾ ബിഗ് ബോസ് കുറച്ച് പേരെയൊക്കെ വിളിച്ച് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുകയോ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ ആണെങ്കിലും കുറേ പേർക്കൊക്കെ ബിഗ് ബോസിനോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടി, ഒരു രസം ഉണ്ടായിരുന്നു, ഒരു മൈൻഡ് ഫ്രഷ് ആയെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ബിഗ് ബോസ് ചെറുതായിട്ടൊന്ന് വിളിച്ച് സംസാരിക്കുകയോ ഒന്ന് മോട്ടിവേഷൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അബീനെയൊക്കെ വിളിച്ചു, അബീനെ വിളിച്ചു, അനുമോളെ വിളിച്ചു കഴിഞ്ഞിട്ട് അനുമോള് പിന്നെ ഇവിടെ വന്ന് കുറേ നേരം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. വീട്ടിലെ കാര്യം, അച്ഛനും അമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു. പിന്നെ അക്ബറിനെ വിളിച്ചിട്ട് വീട്ടിലെ ഉമ്മാനെ മിസ് ചെയ്യുന്നുണ്ടോ, വൈഫിനെ മിസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഒക്കെ ചോദിച്ചു. അക്ബറൊക്കെ അത് നമ്മളെ ലൈവിലാണ് കണ്ടത്, എപ്പിസോഡിൽ കാണിച്ചില്ല. ലൈവിനകത്ത് ഇരുന്നോണ്ട് അക്ബർ കരയുന്നുണ്ടായിരുന്നു. പിന്നെ അബീനെ വിളിച്ചു, രേണുവിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് നമ്മളൊന്നും എപ്പിസോഡിൽ കാണിച്ചില്ല. അബീനെ വിളിച്ചപ്പോൾ അബി ആദ്യം കണ്ട അബി അല്ലല്ലോ, ഇപ്പം എന്താ മാറ്റം വന്നെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അബിക്ക് എന്ത് ചെയ്യണം, ഇവരോട് എങ്ങനെ നിൽക്കണമെന്നൊക്കെ ഒരു മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആണെന്നൊക്കെ അബി പറഞ്ഞു. പിന്നെ അബിക്ക് വൈഫിന്റെ മുഖമൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അത് ഒത്തിരി പഴയ കണ്ടസ്റ്റൻസ് ഒക്കെ അവർ ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അതിനകത്ത് ചെന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഓർമ്മയെല്ലാം, വീട്ടുകാരെയൊന്നും ഓർക്കാൻ പറ്റുന്നില്ല, ഓർമ്മയെല്ലാം മറന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പാനും അനുവും തമ്മിലുള്ള അടിയായിരുന്നു, അതൊരു 1.5 അടിയായിരുന്നു. അനു സ്കോർ ചെയ്തെന്ന് പറഞ്ഞാൽ അനു പറയുന്നതിൽ പോയിന്റ് ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നോ, കിച്ചണിൽ ഇവർ തലേദിവസം ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അടുക്കളയിൽ കുക്ക് ചെയ്യുന്നത് ഇവരെ കിച്ചൺ ടീം മാത്രമേ കുക്ക് ചെയ്യാവുള്ളൂ. പക്ഷെ അപ്പാനി അത് ജിസേൽ ആയതുകൊണ്ടാണ് തന്നെയാണ് എനിക്കത്. അനുമോളുടെ ഭാഗത്ത് കറക്റ്റ് പോയിന്റ് ഉണ്ട്, ജിസേൽ ആയതുകൊണ്ട് മാത്രം. അത് അപ്പാൻ സമ്മതിച്ച, ജിസേൽ അങ്ങാണ്ട് വെജിറ്റേറിയനാ. അപ്പോൾ ജിസേൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല. അതാ ഉച്ച കഴിഞ്ഞപ്പോൾ ജിസേലിന് വിശന്നു കഴിഞ്ഞപ്പോൾ ഉരുളക്കിഴങ്ങോ ഏതാണ്ട് ഫ്രൈ ചെയ്തോ എന്തോ കഴിക്കാനായിട്ട് ചോദിച്ചു. ആരിനോട് ചോദിച്ചു, ആര് സമ്മതിച്ചു. അപ്പാനിയോട് ചോദിച്ചു, അപ്പാനി സമ്മതിച്ചു. അങ്ങനെ അനുമോള് കുളിക്കാൻ പോയേക്കുമായിരുന്നു. അനുമോള് കുളിക്കാൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ നിന്നുകൊണ്ട് ജിസേലും നിവിനും കൂടെ, നിവിൻ കിച്ചൺ ടീമിലുള്ള ആളാട്ടോ, നിവിനും കൂടെ വർക്ക് ചെയ്യുന്ന കണ്ടത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ ജിസേല് കിച്ചൺ ടീമിലുള്ള സമയത്ത് അനുമോള് ചെന്നപ്പം ജിസേല് അനുമോള് ഓടിച്ചു വിട്ടിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ. അനുമോള് ഓടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇതും അനുമോളുടെ മനസ്സിലിരിപ്പുണ്ട്. അപ്പൊ അതും കൂടെ ഒക്കെ വെച്ച അനുമോളോ മെയിനായിട്ട് ഇതും കൂടെ വെച്ച കിച്ചൺ ടീമിൽ വന്നേക്കുന്നത്. കിച്ചൺ ടീമിൽ ഈ പ്രാവശ്യം വന്നേക്കുന്നതെല്ലാം കിച്ചൺ ടീമിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത്. അനുമോള് അപ്പാനിക്ക് ചോദിച്ചു വാങ്ങിയത്, എനിക്ക് അവിടെ കണ്ടന്റ് കൊടുക്കണമെന്നൊരു ചോദിച്ചു വാങ്ങിയത് കിച്ചൺ ടീം. അനുമോളും അതുപോലെ തന്നെ ചോദിച്ചു വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ ഇവരിതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനുമോള് വന്നപ്പോൾ ജിസേൽ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അനുമോള് ചോദിച്ചത് ആരോട് ചോദിച്ചിട്ടാ കുക്ക് ചെയ്യുന്നത്, അപ്പൊ ക്യാപ്റ്റനാന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇപ്പൊ നമ്മളല്ലേ കുക്ക് ചെയ്യണ്ടേ, ഇത് ആരോട് ചോദിച്ചിട്ടാന്നെല്ലാം പറഞ്ഞാൽ അത് ഇങ്ങനെ സംസാരത്തിന് അനുമോള് പറഞ്ഞു ഒരു പൊട്ട ക്യാപ്റ്റൻ വന്നേക്കുന്നതാണ്. പൊട്ടൻ എന്നല്ല പറഞ്ഞ, പൊട്ട ക്യാപ്റ്റൻ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പത്തേന് അപ്പാനെ അങ്ങ് ചാടിച്ചെന്നില്ല, അനുമോളെ അടിക്കാൻ ചെല്ലുന്നു. ഭയങ്കര ഓവർ, അത്ര റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല, ചെറിയൊരു കാര്യമുള്ളൂ, അത്ര റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പാനിക്ക് ഓവറായിട്ട് റിയാക്ട് ചെയ്ത് അനുമോളെ തല്ലാൻ ചെല്ലുക, അതിൻ്റെ ഇടയ്ക്ക് ഈ തല്ലാൻ ചെല്ലുക ഇവർക്കൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേനും അനുമോള് പറഞ്ഞു, നീ കാരണം ഒരു പെൺകുട്ടി പുറത്ത് പോയി, അത് ബിൻസി പുറത്ത് പോയിരുന്നു, അപ്പാനെയും ബിൻസിയും തമ്മിലൊരു ടോക്ക് ഉണ്ടല്ലോ, പുറത്ത് പോയെന്ന് പറഞ്ഞു. അപ്പത്തേന് അക്ബർ അങ്ങ് ചെന്നില്ല. അക്ബർ അങ്ങോട്ട് എന്നതാ ഓവറായിട്ട് എല്ലാ കാര്യത്തിലും ഇടയ്ക്ക് കയറി പുള്ളി ഗെയിം കളിക്കുന്നതാ, പക്ഷെ കണ്ടമാനം ഓവറായി പോകുന്നു. അത്ര ഓവർ അവൻ്റെ കാര്യമില്ല. നീ ഒരു കുറേ ബാഡ് വേർഡ്സ് ഒക്കെ വിളിക്കുന്നുണ്ട് അനുമോളെ. അപ്പൊ നീ അത് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അവരുടെ അടുത്തൊന്നും ഞാനോർത്ത് ആ സമയത്തൊക്കെ അനുമോള് കരഞ്ഞു പോകുന്നു. അനുമോ കരഞ്ഞില്ല കേട്ടോ. അനു ശരിക്കും കരയാതെ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരുടെ അടുത്ത് പിടിച്ചു നിന്ന് നല്ല രീതിയിൽ അനുമോള് ഫൈറ്റ് ചെയ്തു. ആ ഇന്നത്തെ പകലുള്ള എപ്പിസോഡ് തൂക്കിയത് അനുമോളാണ്. പകലുണ്ട് നമ്മുടെ ഒരു ഫുഡ് കഴിക്കുന്നവരുള്ള എപ്പിസോഡ് മൊത്തം തൂക്കിയത് അനുമോളായിരുന്നു. അനുമോള് ഫൈറ്റ് ചെയ്തു അത്രയും പേരെടുത്ത്. കാരണം അനുമോള് പറഞ്ഞതിൽ കാര്യമുണ്ട്, ഇവര് അടുക്കളയിൽ വർക്ക് ചെയ്യാന്ന് തീരുമാനിച്ചിരുന്നത് ഇവര് കിച്ചൺ ടീമാണ്, ഗ്യാസ് കൈകാര്യം ചെയ്യാന്ന് തീരുമാനിച്ചിരുന്നത് കിച്ചൺ ടീമായിരുന്നു.
അപ്പോൾ ജിസേൽ ആയതുകൊണ്ടാണ് ആര്യനും അപ്പാനെ സമ്മതിച്ചത്. ജിസേൽ അപ്പാനിയുടെയും അക്ബറിന്റെയും ആര്യൻ്റെയൊക്കെ ടീമിലുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് സമ്മതിച്ചത്. അതേസമയം അനീഷ ചോദിച്ചെങ്കിൽ ഇവർ അപ്പാനെയും ആര്യനും സമ്മതിക്കില്ല, അനുമോളായിരുന്നെങ്കിൽ സമ്മതിക്കത്തില്ല, അങ്ങനെ വേറെ കുറെ പേരെ സമ്മതിക്കത്തില്ല. ജിസേൽ ആയതുകൊണ്ട് മാത്രം സമ്മതിച്ചാണ്. അതിലും കാര്യമുണ്ട്. പിന്നെ ഇതുപോലെ പഴയ കിച്ചൺ ടീം ഉണ്ടായിരുന്ന സമയത്ത് രണ അടുക്കള കയറാൻ ചെന്നപ്പോൾ ഒനിയിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അനുമോൾ ചെന്നപ്പോൾ ജിസേൽ ഓടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാര്യം. അപ്പം ഇവരെ ജിസേലിന് ഫുഡ് വേണമെങ്കിൽ അനുമോളോടോ കിച്ചൺ ടീമിനോടോ പറയുക, അവരുണ്ടാക്കി കൊടുക്കുന്നവർ. അല്ലാതെ ജിസേൽ ഫുഡ് കഴിക്കുന്നതിനല്ല അനുമോൾക്ക് പ്രശ്നം. ജിസേലിന് വേണമെങ്കിൽ അത് ഇവരോട് പറയുക, ഇവരുണ്ടാക്കി കൊടുക്കും, ഇവർ ത്രൂ ഉണ്ടാക്കി കൊടുക്കും. അതാണ് അനുമോൾ പറഞ്ഞത്. അനുമോളുടെ ഭാഗത്തും പോയിന്റ് ഉണ്ട്. അനുമോളുടെ ഭാഗത്തെ പോയിന്റ് ഉള്ളത്. ഇവർ ജിസേലായതുകൊണ്ട് മാത്രം സമ്മതിച്ചതാണ്. അപ്പം അങ്ങനെ ആ ഫൈറ്റ് മൊത്തം അനുമോള് തൂക്കി. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും ഷാനവാസിൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടം ഉണ്ടായിരുന്നു. അയ്യോ, അനുമോളുടെ അടുത്ത് ബിൻസിയുടെ കേസ് പറഞ്ഞപ്പം ചാടിക്കടിക്കാൻ ചെന്ന നമ്മുടെ അക്ബറും അപ്പാനെയും ടീംസൊക്കെ കൂടെ പഞ്ചപുച്ച വടക്കി നിന്ന് ഷാനവാസിൻ്റെ ഒറ്റയാൾ പെർഫോമൻസിൽ വീണെന്നുള്ളതാണ്. ഷാനവാസ് നിന്റെ കുറെ തെളിവുണ്ട്, നീയും ആ ഷാനവാസ് മെയിൻ പറയുന്നത് ഇവിടുന്ന് പോയ ഒരു കണ്ടസ്റ്റൻസ്, അത് ഞാൻ പറഞ്ഞാൽ കുറെ തെളിവുണ്ട്, അതിൻ്റെ ഒരു സഹോദരി പുറത്തുണ്ട്, അവർക്ക് ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനിക്കൊന്നും അനുവിനോട് എന്തോരം ചാടിക്കടിച്ചാൽ നമ്മൾ പകല് കണ്ടതാണ്. പക്ഷെ ഒരക്ഷരം കാമാന്നൊരക്ഷരം മിണ്ടാനില്ലാണ്ടോ ആ രീതിയിലായിരുന്നു. അപ്പാനെയൊക്കെ പഞ്ചപുച്ചടക്കി അക്ബറും ഒക്കെ ലാസ്റ്റ് ഷാനവാസിനെ കൺവിൻസ് ചെയ്യാനായിട്ട് പുറകെ നടക്കുന്നുണ്ടായിരുന്നു. ഷാനവാസ് വീഴുവോ? നല്ല രീതിയിൽ ഷാനവാസ് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല പറയാനും നല്ല ഗെയിം കളിക്കാനൊക്കെ ഷാനവാസിന് അറിയാം. അപ്പം നീ ഇവിടെ ഗ്രൂപ്പിസം കളിക്കുക, നീ വന്നപ്പോൾ തൊട്ട് ഇവിടെ ഗ്രൂപ്പിസം കളിക്കുക, നീ എനിക്കിട്ട് ചെയ്യുന്ന പണിയൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം പറഞ്ഞ് ഇതെല്ലാം എല്ലാത്തിനും തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ചിലപ്പോൾ നമ്മൾ കാണാത്ത കുറെ കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. നമുക്കറിയാൻ പറ്റില്ല. ഈ ബിൻസിയുടെ വിഷയം തന്നെ ഇത്രയും ബിൻസി ഔട്ടായി കഴിഞ്ഞതാണ് ബിൻസിയുടെ വിഷയം ഇത്രയും പുറത്തോട്ട് വന്നത്. ചിലപ്പോൾ അതുപോലെ ഷാനവാസ് കണ്ട വേറെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ കണ്ടിട്ടില്ല, അവിടെ ജീവിക്കുന്നവരല്ല, അവർ കണ്ടിട്ടുണ്ടായിരിക്കും. അതായിരിക്കും ഷാനവാസ് പറഞ്ഞത്. പക്ഷെ ഷാനവാസ് സൂപ്പറായിരുന്നു. കിടുക്കി മറ്റേ സിനിമ കലക്കി തീമുർത്തു കിടുക്കി സൂപ്പറായിരുന്നു. ഷാനവാസ് തൂക്കി. രാത്രിയിലെ എപ്പിസോഡ് ഷാനവാസ് തൂക്കി. ഒരു ഒറ്റയാനെ പോലെ നിന്ന് പൊരുതി അവരെല്ലാം പഞ്ചപുച്ചടക്കി ചുറ്റും കറക്കി. അപ്പാനിക്കൊക്കെ വായി നാക്കൊണ്ടൊന്ന് തോണ്ടി നോക്കണം, ആ രീതിയിലാക്കി കേട്ടോ. ശരിക്കും ഷാനവാസ് ഗെയിം കളിച്ചു. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മുന്നോട്ട് അനുവും ഷാനവാസൊക്കെ ടോപ്പ് ഫൈവിലൊക്കെ എത്താനായിട്ട് ശരിക്കും സാധ്യതയുള്ളതാണ്. കാരണം ഗെയിം കളിക്കാറ്, സംസാരിക്കറിയാം, അത്യാവശ്യം സപ്പോർട്ടൊക്കെ അവർക്കുണ്ട്. ഷാനവാസിന് സപ്പോർട്ടുണ്ട്, അനുമോക്ക് സപ്പോർട്ടുണ്ട്. പക്ഷെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുമുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നലത്തെ എപ്പിസോഡ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. സൂപ്പർ എപ്പിസോഡായിരുന്നു. ഇന്ന് നാളത്തെ കാണിച്ചേക്കുന്നത് പണിപ്പുര ടാസ്ക്, ഒരു ടാസ്കുകളെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ടാസ്കും പിന്നെ വീക്കിലി ടാസ്കൊക്കെ ആയിരിക്കും. വീക്കിലി ടാസ്കൊക്കെ നടക്കട്ടെ, അപ്പോഴേ ഇങ്ങനെ വരുള്ളൂ. ഇന്നലെ വേറെ ടാസ്കുകളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. വേറെ ഒരു ടാസ്കുകളും ഇന്നലത്തെ ഒരു എപ്പിസോഡിൽ ലൈവിലൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ടാസ്ക് ഇല്ലേലും ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ഇന്നലത്തെ ലൈവും സൂപ്പറായിരുന്നു. നമ്മുടെ എപ്പിസോഡും കുറെ കട്ടിങ് വന്നാലും കാണാൻ സൂപ്പറായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അപ്പം അങ്ങനെ അത്രയും കാര്യങ്ങളാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്. അപ്പം ഇനി എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് കുറവാണ്, അപ്പോൾ എല്ലാവരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് നാളെ തുടങ്ങുന്ന ലൈവ് അപ്ഡേറ്റുമായിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.